ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വാൻചോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് പേർക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കേക്കാണ് വാൻചോ കേക്ക്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ വാനില അതുപോലെ ചോക്ലേറ്റിൻ്റെ ഒരു കോമ്പിനേഷനായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്കിതിന് 2 സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കണം. വാനില സ്പഞ്ച് അതുപോലെ ചോക്ലേറ്റ് സ്പഞ്ച്. അപ്പോൾ നമുക്ക് ആദ്യം വാനില സ്പഞ്ചിനും ചോക്ലേറ്റ് സ്പഞ്ചിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ വാനില സ്പഞ്ചിനായിട്ട് 1 കപ്പ് മൈദമാവ് 250 ml കപ്പാണ്. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ ഒരല്പം ഉപ്പ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ 1 ടീസ്പൂണോളം പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2-3 പ്രാവശ്യം അരിച്ചാൽ അത്രയും നല്ലതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി, അരിക്കാതെ തന്നെ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ചോക്ലേറ്റ് സ്പഞ്ചിനായിട്ട് 1 കപ്പ് മൈദയിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് ആ ഒരു 3 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി അങ്ങ് ചോക്ലേറ്റ് കേക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ, അധികം ഡാർക്കായിട്ടുള്ള ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ 2 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഡാർക്ക് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഹെർഷീസിൻ്റെ കൊക്കോ പൗഡറാണ് ചേർത്തത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരല്പം ഉപ്പ് നേരത്തെ ചേർത്തതുപോലെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഫസ്റ്റിൽ ചെയ്യുന്നത് വാനില സ്പഞ്ചാണ്. അപ്പോൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ഞാനിവിടെ മാറ്റി വെക്കുകയാണ്. ആദ്യം നമുക്ക് വാനില സ്പഞ്ച് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് 4 മുട്ട എടുത്തിട്ടുണ്ട്. തണുപ്പൊന്നും ഇല്ലാത്ത മുട്ടയാണ്, റൂം ടെമ്പറേച്ചറിൽ മുട്ട എടുക്കുക. അതുപോലെ നമ്മൾ എടുക്കുന്ന മിക്സിംഗ് ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിരിക്കുക. അപ്പോൾ 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ആദ്യം ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക, പിന്നെ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒന്ന് പതിഞ്ഞ് വരുന്ന തുടങ്ങുമ്പോൾ നമുക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒരു വൈറ്റിലോട്ട് മാറും. ഈ ഒരു യെലോയിഷ് കളർ പോയിട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക വൈറ്റിൻ്റെ അടുത്തുള്ളൊരു കളറാകും. അതുപോലെ നല്ല ക്രീമി ആയിട്ട് വരും. കണ്ടില്ലേ, ഇതുപോലെ വരുമ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യുന്നത് നിർത്താം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ലോ സ്പീഡിൽ വേണം, ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക മാത്രം മതി. ഒരുപാട് നേരം ഇട്ടിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ബ്ലേഡ് മാറ്റി വെക്കാം. ഇനി ഒരു സ്പാച്ചുല അതുപോലെ വിസ്കോ വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബീറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പതഞ്ഞ് വന്ന എഗ്ഗൊക്കെ താണു പോകും ഒരുപാട് നേരം ഓവർ ബീറ്റായി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ പതുക്കെ കുറേശ്ശെയായിട്ട് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒരേ ദിശയിലേക്ക് വേണം നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ ഒരുപാട് നേരം ഇട്ടിട്ട് മിക്സ് ചെയ്യരുത്, പക്ഷെ മിക്സ് ചെയ്യാതെ കട്ട കിടക്കാനും പാടില്ല മൈദമാവ്. അപ്പോൾ നമ്മൾ കേക്ക് ബേക്കായി വന്നാലും ആ ഒരു മൈദ അങ്ങനെ തന്നെ കിടക്കും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി ആണുള്ളത്. അപ്പോൾ ഞാൻ ബേക്കിംഗ് ടിന്നിലേക്ക് ഒരല്പം ബട്ടർ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ മൈദമാവ് ഇട്ടിട്ട് ഒന്നങ്ങ് കൊട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് ടിന്നി ഞാൻ മുന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഓവണ്. ഇനി ഇതിലേക്ക് ഒരു 170 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ വെക്കുന്നത്. 170ൽ ഒരു 25 മിനിറ്റോളം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 25 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് സൈഡ്സൊക്കെ ഒന്ന് വിടർത്തിയിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല സ്പഞ്ചി ആയിട്ട് നന്നായിട്ട് തന്നെ പൊങ്ങിയും വന്നിട്ടുണ്ട്. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിലായിരുന്നു ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ചിനായിട്ട് ഞാൻ 3 മുട്ടയിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 മുട്ടയായിരുന്നു നേരത്തെ വാനില സ്പഞ്ചിന് ചേർത്തത്. ഇതിന് 3 മുട്ടയാണ് എടുക്കുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കോഫി മിക്സ് ആണ്. ഇത് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണ് ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂണ്
നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി ഉണ്ടല്ലോ അതൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിരുന്നതാണ്. അതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഈ ഒരു കോഫി മിക്സ് ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് കേക്കിന്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു സ്പാച്ചുല വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്ന ഒരു കേക്ക് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ വാനില ചെയ്തത് തന്നെ 8 പാനാണ് ഇതിനും കൂടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 സെയിം അളവിലുള്ള പാൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു വാൻചോ കേക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ 25 മിനിറ്റ് 170യിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. 2 കേക്കും ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നിങ്ങൾ ഐസിങ് ചെയ്യുന്നതിൻ്റെ ഒരു 5-6 മണിക്കൂർ മുമ്പെങ്കിലും ഈ ഒരു കേക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും നമ്മുടെ കേക്കിന്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കട്ട് ചെയ്തുന്നത് ഏറ്റവും നല്ലത് കേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ കേക്ക് ഇത് 2ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നടുവിൽ ഏകദേശം പകുതി അളവിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒരു നൂലെടുത്തിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്ത് കാണിക്കുന്നത്. എല്ലാവരുടെ കയ്യിലും നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന കത്തിയൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്, ഈ ഒരു മെത്തേഡ്. ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആ മാർക്കിലൂടെ ഇങ്ങനെ കുറച്ച് കട്ടിയിൽ തന്നെ നൂലിട്ടിട്ട് ഇതുപോലെ അങ്ങ് വലിച്ചു കൊടുത്താൽ മതി. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ചിലരൊക്കെ പറയാറുണ്ട് ഒരു സൈഡ് പൊങ്ങിയിട്ട് ഒരു സൈഡ് താണിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ പറ്റുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഉൾവശമൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ ഞാൻ ചോക്ലേറ്റ് സ്പഞ്ചും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ചോക്ലേറ്റ് ഗനാശ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു ബൗളിൽ വെള്ളം തിളക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്ലാസ് ബൗൾ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് ബൗൾ എടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആ ക്രീം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ ചൂട് കൊണ്ട് തന്നെ ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ മെൽട്ടാവും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നല്ല ഷൈനിങ് ആകുന്നത് വരെ നന്നായിട്ട് ചോക്ലേറ്റ്സൊക്കെ ഈ ഒരു ക്രീമിൽ മെൽട്ടാവുമ്പോൾ നമുക്ക് നല്ലൊരു ഗനാഷ് കിട്ടും. അപ്പോൾ അത് കൂടി ചേർത്തിട്ടാണ് നമ്മൾ വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഞാൻ ചോക്ലേറ്റ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വാൻചോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമിൽ ചോക്ലേറ്റ് ചേർത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് കൂടുതലായിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യുക. ഞാനിവിടെ ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം വിപ്പിംഗ് ക്രീമിന് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1-2 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക. അതുപോലെ തന്നെ ഒരു തുള്ളി വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഞാൻ 2 പാർട്ടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ക്രീം. നമ്മുടെ വാനില സ്പഞ്ചിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോർമലായിട്ടുള്ള ക്രീമും അതുപോലെ ബാക്കിയുള്ളതിലേക്ക് ഇതുപോലെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഗനാഷ് കൂടി ചേർത്തിട്ടാണ് ക്രീം തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗനാഷ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗനാഷ് ചേർക്കുമ്പോൾ ചൂടോടുകൂടി ഒരിക്കലും ചേർക്കരുത്, അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് കേക്ക് ഒന്ന് അസംബിൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട് കേക്ക് ബോർഡിൽ കുറച്ച്. അപ്പോൾ കേക്ക് നമ്മുടെ ബോക്സിലൊക്കെ ആക്കുന്ന ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയിൽ 1 കപ്പ് വെള്ളം എന്ന കണക്കിൽ ഏകദേശം ഒരു 1.5 കപ്പോളം ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഷുഗർ സിറപ്പ് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നന്നായിട്ടൊന്ന് നനഞ്ഞിരിക്കണം. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് അടുത്ത ലെയർ നമ്മൾ ചോക്ലേറ്റിൻ്റെ ലെയറാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചോക്ലേറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ചെയ്യുന്നത്. ചോക്ലേറ്റ് മിക്സ് ചെയ്തല്ലോ, ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്ത ആ ഒരു വിപ്പിംഗ് ക്രീം നമുക്കിതിൻ്റെ മുകളിലായിട്ട് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നിങ്ങൾ പൈപ്പിംഗ് ബാഗിലാക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കേക്കിൻ്റെ ക്രംസ് ഒന്നും മുകളിൽ വരാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ നോർമലായിട്ട് സ്പൂൺ എങ്ങാനും വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒന്ന് എല്ലാ സ്ഥലത്തും ആക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വാഞ്ചോ കേക്കിൽ കുറച്ച് ബൂസ്റ്റ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു 1.5 ടീസ്പൂണോളം ബൂസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ലെയർ നേരത്തെ ചെയ്തതുപോലെ തന്നെ വാനില, അതുപോലെ അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് അതുപോലെ ചെയ്ത്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ഐസിങ് ചെയ്തത് 1/3 ഭാഗം ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് 1/4 ഭാഗം മാത്രം ചോക്ലേറ്റ് ക്രീമും ബാക്കിയുള്ളത് മുഴുവനായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ ഐസിങ് ചെയ്യുന്നത് സാധാ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സാധാരണ വാഞ്ചോന് അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചോക്ലേറ്റിൻ്റെ ആയതുകൊണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു. പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു. നമുക്ക് ഇതിൻ്റെ അതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഫിനിഷിംഗ് ആയിട്ട്. അപ്പോൾ ഒരു 2 മണിക്കൂർ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇതിലേക്ക് വേണ്ട മുകളിലേക്ക് ഒഴിക്കേണ്ട ഗനാശ് തയ്യാറാക്കുന്നത്. ഒരു അരമണിക്കൂറിന് ശേഷം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വൈറ്റ് ഗനാശ് ഇറക്കണം. അപ്പോൾ ഞാനൊരു അരക്കപ്പോളം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ഗനാശ് തയ്യാറാക്കി എടുക്കുന്നത് ഞാൻ പാല് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഫ്രഷ് ക്രീമിന് പകരം ഫ്രഷ് ക്രീമൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഈ ഒരു നല്ല കട്ടിയിൽ കുറച്ച് പാലൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ഒരു ഗ്രേറ്റ് ചെയ്ത് വെച്ച വൈറ്റ് ചോക്ലേറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അങ്ങനെയും ഗനാശ് തയ്യാറാക്കാം. പിന്നെ നല്ലൊരു ഗ്ലേസിങ്ങിന് വേണമെങ്കിൽ കുറച്ച് ബട്ടർ കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വാഞ്ചോ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ചിലവ് കുറച്ച് രീതിയിൽ ചെയ്യണം എന്നുള്ളവർക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഗനാശ് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന പാനിലോ അതുപോലെ തന്നെ പാലിലോ ഒന്നും വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് ഓഫ് ചെയ്ത് വെച്ചാൽ തന്നെ കുറച്ചൊന്ന് ടൈറ്റായി വരും. ഒരു വലിയ പ്ലേറ്റ് എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഗനാശ് ഇപ്പോൾ തണുത്തും വന്നിട്ടുണ്ട്. നമുക്ക് കേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അത് അടിയിൽ പാത്രം വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കുന്നതിൻ്റെ എക്സസ് ആയിട്ടുള്ളത് ബാക്കി താഴത്ത് പ്ലേറ്റിലായിട്ട് വരും. നമുക്ക് റീസ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഏകദേശം 1-2 ആഴ്ചയൊക്കെ നമുക്കിത് കേടുകൂടാതെ ബാക്കിയുള്ള ഗനാശ് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഗനാശ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരുപോലെ വരുന്ന രീതിയിൽ ഗനാശ് ഒഴിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ആ ഒരു ഗനാശ് നന്നായിട്ട് ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ല, അവിടെ എവിടെയായിട്ട് ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് കൈകൊണ്ട് ചെയ്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സീബ്ര ക്രോസ് ആ ഒരു രീതിക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ താഴത്തുള്ള ബാക്കിയുള്ള ഗനാശൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷൻസ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു വാഞ്ചോ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാൻ കഴിയൂ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്